യാക്കോബ് 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ആമേൻ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ അപേക്ഷിച്ചതിന് ദൈവം കൊടുത്ത വിവരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്, അല്ല ദൈവമായിരുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ സ്വതന്ത്രലിയ എല്ലാ കാര്യങ്ങളും നടത്തുവാനൊക്കെ മതിയായ സ്വതന്ത്രലിയ ഒരു ശുശ്രൂഷകനായിരുന്നു ഏലിയാവ്. സ്വതന്ത്രലിയ പക്ഷേ ഇപ്പൊ കർത്താവിനോട് അപേക്ഷിച്ചതിനെ കിട്ടി. നമ്മളും അപേക്ഷിച്ചാൽ അതിനെ കിട്ടുവാനൊക്കെ കർത്താവ് ഒരുക്കുന്ന ദൈവമാകുന്നു. ഇവിടെ കൃപായുഗം തീർന്നുകൊണ്ടിരിക്കുന്നു. അത് കുറേശ്ശെ കൃപായുഗം തീർന്നു. അല്ലെ ന്യായപ്രമാണ യുഗം തീർന്നു, കൃപായുഗം ആരംഭിച്ചു എന്ന് പെട്ടെന്ന് പറയും പോലെ ചെയ്യില്ല കർത്താവ്. അങ്ങനെ പെട്ടെന്നൊരു കാര്യത്തിന് നമ്മളുടെ സ്വഭാവം പോലെ, നമ്മളുടെ അനുസരണം പോലെ ഇരിക്കും. സ്വതന്ത്രലിയ ഓരോരുത്തരും സ്വതന്ത്രലിയ ഓരോരുത്തരുടെയും സ്വതന്ത്രലിയ ഹല്ലേലൂയ അനുസരണം. ഹല്ലേലൂയ. ഞാനെന്തിനാ അവരെ അനുസരിക്കണേ, ഞാനെന്തിനാ ഇവരെ അനുസരിക്കണേ എന്നുള്ള സ്വതന്ത്രലിയ മത്സരത്തോടു കൂടി നടന്നു കഴിഞ്ഞാൽ കർത്താവിന് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കയില്ല. ന്യായപ്രമാണ യുഗം തീർന്നു, കൃപായുഗം ആരംഭിക്കുകയാണ്. ഓരോ നിമിഷവും അത് വേണമെങ്കിൽ കൂട്ടുവാനും ഹല്ലേലൂയ കർത്താവിന് കഴിയും. പക്ഷെ ഇത് സ്വതന്ത്രലിയ ഓരോ സമയങ്ങളായി കഴിഞ്ഞ് സ്വതന്ത്രലിയ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു കർത്താവ്. സ്വതന്ത്രലിയ കർത്താവ് മനുഷ്യനോട് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് ന്യായപ്രമാണ യുഗം തീർന്ന് കൃപായുഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു എന്നാകുന്നു. സ്വതന്ത്രലിയ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല എങ്കിൽ സ്വതന്ത്രലിയ കർത്താവ് ഭൂമിയെ ശപിക്കും. ഭൂമിയെ ശപിക്കുമെന്നാണ് പറയുന്നത്. സ്വതന്ത്രലിയ മാലാഖി 4:4-5. മലാഖി 4:4-5. ഞാൻ ഹോറേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും തിരിപ്പിക്കും. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആമേൻ. ഹല്ലേലൂയ. അത്രയുള്ള അതങ്ങോട്ട് നീട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ പറയുന്നത് ഭൂമിയെ ശപിക്കും. ഞാൻ ഭൂമിയെ ശപിക്കുമെന്നാണ് അവിടെ ദൈവം പറയുന്നത്. അതുകൊണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശാപത്തിൽ നിന്നും ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കണം. ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് അനുഗ്രഹത്തിലേക്ക് കയറേണ്ട മക്കളാകുന്നു. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും നമ്മളോട് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാലാഖിയുടെ പുസ്തകം അടച്ചത് ഇത് പറഞ്ഞാണ്. ഇല്ലെങ്കിൽ രണ്ട് തലമുറയെ ഇവിടെ എങ്ങനെയാണ് അവിടെ ന്യായപ്രമാണ യുഗത്തിലെ ഒരു കൂട്ടം ജനത്തെയും കൃപായുഗത്തിലെ ഒരു യുഗം ജനത്തെയും തമ്മിൽ ഒത്ത് യോജിപ്പിക്കണം. എനിക്ക് പറ്റത്തില്ല, എനിക്ക് അയാളോട് ചേരുവാൻ സാധിക്കില്ല. കാരണം ഹല്ലേലൂയ അത് പഴയ വ്യവസ്ഥിതിയാണ്. പുതിയ വ്യവസ്ഥിതിയിലേക്ക് ഹല്ലേലൂയ അവർ കടന്നു വരണം.
അങ്ങനെയല്ല. അവിടെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ആത്മാവിനെ പകർന്നപ്പോൾ ഹല്ലേലൂയ ഇതുകൂടി ഏത് ദൂത് നമുക്ക് തരുന്നെങ്കിലും അത് സ്വതന്ത്രലിയ കർത്താവ് ആ സ്വതന്ത്രലിയ ആ ദൂതിനനുസരിച്ച് തന്നെ ആ ദൂത് നമ്മളനുസരിക്കാനും ആ ദൂത് നിവർത്തിക്കുവാനുമുള്ള കാര്യങ്ങളാണ് ദൈവം ചെയ്തു തരുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വതന്ത്രം. അതുകൊണ്ട് സ്വതന്ത്രം കൃപായുഗം ആരംഭിക്കുകയാണ്. കൃപായുഗം സ്വതന്ത്രലിയ ഹല്ലേലൂയ സ്വതന്ത്രം. ഓരോരുത്തരും സ്വതന്ത്രലിയ കൃപായുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് സ്വതന്ത്രലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്വതന്ത്രലിയ ഹല്ലേലൂയ സ്വതന്ത്രം. അല്ലെങ്കിൽ അവിടെ ആകെ കുഴപ്പങ്ങളാകും, വലിയ പ്രശ്നങ്ങളാകും. ഹല്ലേലൂയ ഇവിടെ കൃപായുഗം തുടങ്ങുകയും ഹല്ലേലൂയ പഴയ യുഗം ന്യായപ്രമാണ യുഗം സ്വതന്ത്രലിയ അവസാനിപ്പിക്കുകയും ഹല്ലേലൂയ എത്രയും വേഗം ചെയ്യണമെന്നാണ്. ഹല്ലേലൂയ പിതാവ് ഒരു പിതാവിനെയും സ്വതന്ത്രലിയ അടുത്ത തലമുറയാണ് ദൈവം അതിനു വേണ്ടി തെരഞ്ഞെടുത്തത്. സക്കറിയാവിനെ പഴയ തലമുറയിലേക്ക് ആ ന്യായപ്രമാണ യുഗത്തിലേക്ക് ഹല്ലേലൂയ സക്കറിയാവ് അവസാനമായി ഹല്ലേലൂയ ഹല്ലേലൂയ സ്വതന്ത്രമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അകത്തേക്ക് പോയ ആള് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മിണ്ടാട്ടമില്ല. എന്നൊക്കെ പറയുന്നല്ലാതെ ഒന്നും തുറന്ന് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ സ്വതന്ത്രലിയ ആ രണ്ട് പിതാവിനെയും സ്വതന്ത്രലിയ മോനെയുമാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതെന്താ അങ്ങനെ തെരഞ്ഞെടുത്തതിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിതാവും സ്വതന്ത്രലിയ ആ കുഞ്ഞും തമ്മിൽ സ്വതന്ത്രലിയ യോജിച്ചു പോകേണ്ട ഒരവസ്ഥയാണ്. അവിടെ ഈ ഭൂമിയെ വെച്ച് ആ സക്കറിയാവിനെയും ഹല്ലേലൂയ സ്വതന്ത്രം മകൻ സ്വതന്ത്രലിയ യോഹന്നാനെയും തമ്മിൽ സ്വതന്ത്രലിയ കർത്താവ് സ്വതന്ത്രലിയ വേർതിരിച്ചു. അവിടെ ലോകത്തെയാ കാണിക്കുന്നത്. അവര് രണ്ടുപേരിലും ആ ലോകം സ്വതന്ത്രലിയ കടന്നു പോയിക്കൊണ്ടിരുന്നു. സ്വതന്ത്രം ഹല്ലേലൂയ അവർക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? എങ്ങനെയാണ് സ്വതന്ത്രലിയ ആകെ ഒട്ടക പക്ഷിയുടെ ഒട്ടകത്തിന്റെ തോല് സ്വതന്ത്രലിയ ഹല്ലേലൂയ സ്വതന്ത്രം അത് വസ്ത്രമായിട്ട് കൊടുത്തു. ഇന്ന് വരെ കാണാത്തൊരു കാഴ്ചയാണ് ജനങ്ങൾ കാണുന്നത്. ദൈവം ആ ഒരു മാതൃക കാണിച്ചു. അവിടെ സ്വതന്ത്രലിയ ഒട്ടകപക്ഷിയുടെ തോല് സ്വതന്ത്രലിയ ആ സ്വതന്ത്രലിയ വസ്ത്രമായിട്ട് കൊടുത്തു. അവന്റെ ആഹാരം എന്തായിരുന്നു? സ്വതന്ത്രലിയ എന്തായിരുന്നു? ഹല്ലേലൂയ അവിടെ സ്വതന്ത്രലിയ വെട്ടുക്കിളിയായിരുന്നു. വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ വെട്ടുക്കിളിയല്ല. ഇസ്രായേലില് പോയിട്ട് വന്ന് ഒരാള് പറഞ്ഞതാണ് സ്വതന്ത്രലിയ അത് ഒരു ഫ്രൂട്ടാണ്. പുളിയുള്ള വല്ലാതെ പുളിക്കുന്ന ലോകം മുഴുവനും അങ്ങനെ പുളിയുള്ള ഫ്രൂട്ടാണ്. ഹല്ലേലൂയ സ്വതന്ത്രലിയ അതാകുന്നു സ്വതന്ത്രം യോഹന്നാൻ സ്നാപകൻ ഉപയോഗിച്ചത്. അവന്റെ വസ്ത്രം അവന്റെ ശരീരപ്രകൃതി ആ ശരീരം സ്വതന്ത്രലിയ തലയിലെ മുടിയൊക്കെ നീട്ടി വളർത്തി വായി തുറന്നാൽ ഒരു നല്ല വാക്ക് പറയുമോ? അതില്ല. സർപ്പസന്തതി നമ്മളാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നൊക്കെ വിളിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താകുന്നു? സ്വതന്ത്രലിയ സർപ്പസന്തതികളെ എന്ന് പറഞ്ഞ പക്ഷേ ആ വിളിയുടെ മുന്നില് ദൈവത്തിന്റെ ആത്മാവുള്ള മക്കൾ ഓടി വന്ന് മുട്ടുകുത്തു എന്നുള്ളതാണ്. അതെന്താണ് അതങ്ങനെ മുട്ടുകുത്തുന്നത്? അതിന് ദൈവ കൃപ കൊടുത്തിട്ടുണ്ട്. ദൈവം യോഹന്നാൻ ആ കൃപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വതന്ത്രം. അങ്ങനെ സ്വതന്ത്രലിയ സ്വതന്ത്രം ജനം ഓടി വന്നുകൊണ്ടിരുന്നു. സ്വതന്ത്രലിയ എല്ലാവരും പഠിച്ചു. അവന്റെ അവന്റെ സ്വതന്ത്രലിയ മുടി വീട്ടി വളർത്തിയതിലും എല്ലാവരും പഠിച്ചു. അവന്റെ വസ്ത്രധാരണത്തിൽ പഠിച്ചു, അവന്റെ ഭക്ഷണകാര്യത്തിൽ പഠിച്ചു. ഈ ലോകം ഹല്ലേലൂയ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ
നമ്മൾ കൃപയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. Hallelujah. നമ്മൾ കൃപയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വതന്ത്ര ചെയ്ത് പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ഉള്ള ഒരു തിടുക്കമുണ്ടാകണം. ഒരു തിടുക്കമുണ്ടാകണം. ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ അത് കേൾക്കുവാനല്ല നമ്മൾ സ്വതന്ത്ര, നമ്മൾ പുതിയ ലോകമാണ്. പുതിയ ലോകമാണ് സ്വതന്ത്ര. പഴയതിനെ എന്ത് ചെയ്തിരിക്കുന്നു? പഴയതിനെ സ്വതന്ത്ര കർത്താവ് ക്യാൻസൽ ചെയ്യുക. പഴയതിനെ ക്യാൻസൽ ചെയ്യാം. യുഗങ്ങൾക്ക് പിന്നെ യുഗങ്ങൾക്ക് മുമ്പുള്ളത്, യുഗങ്ങൾക്ക് മുമ്പുള്ളത് അവസ്ഥ അതല്ല ക്യാൻസൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് സ്വതന്ത്ര അങ്ങനെ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഇത് പുതിയത് കൃപായുഗം. ആര് കേൾക്കുന്നു അവര് സ്വന്തം വെച്ച് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് സ്വതന്ത്ര ക്രമ കൊടുക്കും. ആ ക്രമയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു നാണമുണ്ടോ? ഈ ദേശത്തിലെ മക്കൾക്ക് അത് പറയുവാൻ നാണമുണ്ടോ? അവര് പറഞ്ഞ പോലെ അല്ലാതെ ഞാൻ എങ്ങനെയാ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചാ നമ്മൾ ഓർക്കേണ്ടത്. ആരെന്ത് പറയട്ടെ, അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. അവിടെ ഇത് പുതിയത്, പുതിയത് നമ്മൾ ഈ സഭ തുടങ്ങിയപ്പോൾ പുതിയത്. ഉപവാസത്തിന്റെ 6 ദിവസമോ 5 ദിവസമോ പറഞ്ഞു ഹല്ലേലൂയ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഞാൻ 7 ദിവസം ഉപവാസം എടുത്തു വേണം ഹല്ലേലൂയ ഉപവാസം എടുത്തിട്ട് വേണം ഹല്ലേലൂയ അന്ന് ആ ആരാധന തുടങ്ങുവാൻ എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. പക്ഷേ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ 4:43 കൂടി കർത്താവ് പറഞ്ഞു. യെശയ്യാവ് 4:43 യെശയ്യാവ് 43 ഹല്ലേലൂയ 18-19 കൂടി കർത്താവ് പറഞ്ഞു മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അതെന്തിനാ കർത്താവ് തുടങ്ങിയത്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആ ചെയ്യുന്ന വെറുതെ ഒന്നും ചെയ്തതല്ല. ഇത് അന്നുണ്ടായിരുന്ന ആളുകളെ ഉപയോഗിച്ച് കർത്താവ് അത് ചെയ്തു. പക്ഷേ അതെന്തിനു വേണ്ടിയാ ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് പറയും അനേകരുടെ വെള്ളമില്ലാത്ത അവസ്ഥകൾ, അനേകരുടെ ഞാൻ ദുഃഖങ്ങൾ, കണ്ണുനീര് എല്ലാം മാറ്റുന്ന അവസ്ഥ എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് ആ വെള്ളമില്ലാത്ത അവസ്ഥയും ദുഃഖവും ഭാരവും എല്ലാം ഹല്ലേലൂയ ഈ ലോകത്ത് ഒരിക്കലും രക്ഷപ്പെടുവാൻ പെടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ കടന്നു പോയതാ ജോസഫ്. ഇവിടെ ഒരു മനുഷ്യര് പോലും അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ട്. ഒരു മനുഷ്യന് പോലും അങ്ങനെ കടന്നു പോകാത്തവരില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു പുതിയതാ, ഇത് പുതിയതാണെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഹല്ലേലൂയ, ഇത് പുതിയതായിക്കോട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. പിന്നെ ഓരോന്ന് കൂട്ടിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴാ, ആ പൊത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാ അറിയുന്നത് ഈ പുതിയതിന്റെ മേന്മ എന്തെന്ന്, ഈ പുതിയത് കർത്താവ് ചെയ്തതിന്റെ മേന്മ എന്തെന്ന്. പക്ഷേ ഈ കുറച്ച് നാളങ്ങോട്ട് പോയി കഴിഞ്ഞു മാക്സിമമായി. ഹല്ലേലൂയ, ഇതിന്റെ ഇവിടം വരെ കൊണ്ടുവന്നു. ഇനി അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കണവർക്ക്, ഇടർച്ചയില്ലാതെ നിൽക്കുന്നവർക്ക് രക്ഷ.
പക്ഷേ സ്വതന്ത്രില്ല. എന്നിട്ട് രക്ഷയില്ലാതെ വന്നപ്പോൾ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ശകലം ചെറിയതായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു. സ്വതന്ത്രം അല്ലെങ്കിൽ സന്താൻ അവകാശം പറഞ്ഞപ്പോൾ ഇന്ന സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തതാ. ദൈവം പറഞ്ഞു ഞാൻ ഇന്ന പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദുഷ്ടൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നിന്റെ മക്കളെന്ന് പറയുന്നവര് അതിനു വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലാതെ വന്നപ്പോ എന്റെ മക്കളല്ലേ അവര് എന്ന് വിളിച്ചു ചോദിച്ചു. അയ്യോ എനിക്ക് എന്ത് കിട്ടി ഇവിടെ വന്നിട്ട്? ഞാൻ എന്ത് കിട്ടിയെന്ന് മറുപടി പറയണം, സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. അപ്പോൾ ഓരോന്നിന്റെയും മനസ്സിരുന്ന് വിങ്ങും സ്വത്തല്ലേലിയ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഹല്ലേലൂയ ഒരു സാക്ഷ്യം പറയുവാൻ പോലും ഒരു സ്വത്തല്ലേലിയ ഒന്നും കിട്ടിയില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പറയുന്നവരോട് കർത്താവ് ചോദിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. എന്ന് അന്ന് കർത്താവ് എന്നോട് പറഞ്ഞതാ, ഇത് പുതിയത്, ഇത് പുതിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പുതിയതല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. മനുഷ്യന് നടക്കാൻ കഴിയുന്നത്, മനുഷ്യന് സ്വതന്ത്രം ചെയ്യാൻ സാധിക്കുന്നത് ഒന്നും നടന്നിട്ടില്ല ദൈവത്തിന്. അതാണ് ഇന്ന് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ദൈവമല്ലായിരുന്നു, പക്ഷെ മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു. അവനിൽ കൂടി ദൈവത്തിന് ഉയർപ്പിക്കുവാൻ സാധിച്ചു. മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ വർത്തമാനം പറയിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം കേട്ടിട്ടുണ്ടാകുമായിരിക്കും. ഒരിക്കലും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തതാ, പക്ഷെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ശരിയാ. പക്ഷേ എന്നിൽ കൂടി അത് നടക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പക്ഷേ ദൈവത്തോട് അടുത്തടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇത് ബുദ്ധിമുട്ട് തന്നെ, ഇത് വിഷമം തന്നെ. പക്ഷെ മനസ്സിലാക്കിയുള്ളൂ, പറഞ്ഞില്ല. അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തേ. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഇത് പുതിയ യുഗം, ഇത് കൃപായുഗം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാട്ടു മാറ്റി വെച്ചത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ആർക്കെങ്കിലും സ്വതന്ത്രല്യ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരിക്കലും ഒന്ന് പുറകെ ഒന്നായിട്ട് അസുഖങ്ങൾ പിടിച്ച് ഒരിക്കലും രക്ഷയില്ലാതെ ഇരിക്കുവാൻ ഒക്കെ അങ്ങോട്ട് പോകേണ്ട അവസ്ഥയിൽ നിന്നാണ് ദൈവം രക്ഷപ്പെടുത്തിയത്. ക്യാൻസർ വന്നിട്ട് 4ാമത്തെ സ്റ്റേജിലായിട്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് സൗഖ്യം കൊടുത്തത് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്നിവിടെ നിന്ന് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം ശിക്ഷിക്കാൻ പോവുകയാണ്. ദൈവമല്ല ശിക്ഷിക്കുന്ന, പിശാച്. അതുകൊണ്ട് എല്ലാവരും ഉണരുക, ഇപ്പൊ തന്നെ ഉണരുക. ഇത് ഇത്ര നാളും സ്വതന്ത്രല്യ ഒരു രക്ഷ കിട്ടിയെങ്കിൽ അതിന് മറുപടി സ്വതന്ത്രല്യ കിട്ടിയില്ല എന്ന് ഓരോരുത്തർക്ക് തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൈവത്തോട് സ്വതന്ത്രല്യ അത്ഭുതം നടന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടെന്നേ, അല്ലാതെ ഒരാളെ പോലും വിട്ടിട്ടല്ല ഈ സംസാരിക്കുന്നത്. ഞാൻ എന്താ ഈ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. തോന്നരുത്. അത് പറഞ്ഞു വരുമ്പോഴേ വേണ്ട, മുമ്പ് തന്നെ തോന്നേണ്ടവരാ. പക്ഷെ അതില്ല, ഇത് പറഞ്ഞു വരുമ്പോഴേ ഹല്ലേലൂയ, ദൈവത്തിന്റെ മുമ്പിൽ തൊട്ടുപാട് നമ്മുടെ ഹൃദയം കൊണ്ട് നെടുമ്പാട് വീടിയിരിക്കണം. സ്വതന്ത്രല്യ, ഹല്ലേലൂയ. ഒരു സ്വതന്ത്രല്യ ഒന്നും രക്ഷ കിട്ടിയ കാര്യമല്ല. ഒരു ട്രെയിനിൽ കയറി ഒന്ന് വീഴാൻ തുടങ്ങി എന്നുള്ള സ്വതന്ത്രല്യ സാക്ഷ്യം
ഒന്നും ആരും എന്നെ ഓർപ്പിച്ചു തന്നിട്ടല്ല, എപ്പോഴും ഉണ്ടാവും, എപ്പോഴും എന്റെ കയ്യിലുണ്ടാകുന്നത്. അത് സ്വതന്ത്രിയ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേലിയ, നിനക്ക് എന്ത് സുഖേടായിട്ടാ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയേ എന്ന് പപ്പ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോഴത്തെ കാണുന്ന പപ്പയൊന്നും അല്ലായിരുന്നു അന്ന് പറയേണ്ട പോലെ പറയുന്ന ഒരു പപ്പയായിരുന്നു. പക്ഷേ സ്വതന്ത്രം ഒരു കുന്ന് ലിസ്റ്റ് ഇങ്ങോട്ട് വെക്കും, ലിസ്റ്റ് എടുത്തിട്ട് പറയും ഇന്നതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞത്. അല്ലാതെ എനിക്ക് തന്നെയായിട്ട് വല്ല ജീവിതം ഉണ്ടായിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളതൊക്കെ അത് കൂട്ടാതെ പറയണം. അതുകൊണ്ട് ഓരോരുത്തരും ഒരു വർഷം തളർന്ന് വീണു. ഇനി ഇത് ഡോക്ടർ ഏറ്റവും വലിയ ലക്ഷൂറിലല്ലോ ഡോക്ടർ വരെ നോക്കിയിട്ട് അമ്മയുടെ പറഞ്ഞു രക്ഷയില്ല, ഇത് കിടക്കേയുള്ളൂ. ചെന്ന് നേർക്ക് നേരെ പ്രാർത്ഥിച്ച് ആ വർഷം ഉണരുവാൻ തക്കോണം ഇത് മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ എന്റെ വായി കൊണ്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ഇത് തീരില്ല. വേറെ ഒന്നിലേക്ക് നിങ്ങൾ ലയിച്ചു പോകരുതെന്ന് ഇന്ന് എന്നോട് വീണ്ടും സംസാരിച്ചു. ഈ ആസ്വദന ബാക്കി കാര്യങ്ങൾക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണേ, നിന്റെ ജീവിതത്തിൽ നടന്നതാണ്. ജീവിതത്തിൽ നടന്നാലേ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അതുകൊണ്ട് അതെങ്കിലും നാലെണ്ണെങ്കിലും പറയണം. ഇത് പറഞ്ഞാൽ മാത്രമേ ഞാൻ പ്രസാദിക്കുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറുപ്പം അല്ലെങ്കിൽ വയസ്സായത് എന്ന് പറഞ്ഞു തോന്നിയില്ല, ദൈവം തന്നില്ല. പിന്നെ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് അല്ലേ അവര് ചെറുപ്പല്ലേ, അവര് സ്വന്തം ഇങ്ങനെയൊക്കെ നടക്കേണ്ട മക്കളല്ലേ എന്ന് നമുക്ക് പോഷത്തരം ചോദിക്കാം. അവനവന്റെ കുഞ്ഞുങ്ങളെ മര്യാദയായിട്ട് സ്വന്തം ദൈവസന്നിധിയില് വളർത്തുക എന്നുള്ളത് അവനവന് സ്വന്തം ആ മാതാപിതാക്കന്മാർക്കുള്ള ആ സ്വന്തം അനുഗ്രഹമാണ്. ശാപം പിടിച്ച് മേടിക്കരുതാരും. ഇത് ഒന്നേ ഉള്ളന്നേ, ഇതിപ്പോ എന്ത് ചെയ്യാനാ? ജെസ്യറ്റ് ഒന്നേ ഉള്ളൂ, ബാക്കി എല്ലാം കൂത്തുകളി നടക്കുന്നുണ്ട്. കൂത്തുകളിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ബലം പിടിച്ച് ഇതിന്റെ പ്രിൻസിപ്പിൾ വിട്ട് തിരിച്ചു ഇടത്തേക്കും പുറത്തേക്കും തിരിയുന്നില്ല. തീരുമാനിച്ചത് എന്താണ്? നോക്ക ഒരാളായി പോയി. എന്തുകൊണ്ട് നോക്ക സ്വന്തം ഒരാളായി പോയി? ലക്ഷങ്ങൾ കൂടിയിരുന്നത് അവരുടെ സഭയില്. പക്ഷെ നോക്ക സത്യം അറിഞ്ഞു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും സത്യം പറഞ്ഞ സത്യത്തിന് ആരാധിച്ചപ്പോൾ ആരാധിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നോക്കയുടെ ഒരുവിധം എല്ലാവരും മാറി അവരോരോരോ ലീഡർമാരെ തെരഞ്ഞെടുത്തു. ഇല്ലേ, നമ്മള് വായിക്കുന്നില്ലേ? ഓരോ ലീഡർമാരെ തെരഞ്ഞെടുത്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇസ്രായേൽ രാജ്യത്തേക്ക് തന്നെ തിരിച്ചുപോയി അടിമത്തം സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചു. സ്വതന്ത്രേരിയ പക്ഷേ നെടുമ്പാട് വീണു. മോശം നെടുമ്പാട് വീണു സ്വതന്ത്രേരിയ. അങ്ങനെ നെടുമ്പാട് വീണത് കൊണ്ട് മാത്രം ജനം നിൽക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഇപ്പൊ നോഹയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാ ഓർമ്മപ്പെടുത്തി തരുക. നിങ്ങൾ അവരൊന്നും കാണിക്കണ കണ്ട് കാണിക്കാനല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങളെ തെരഞ്ഞെടുത്തത് അവിടെ കൃപായുഗത്തിൽ ജീവിക്കാനാണ്. ന്യായപ്രമാണ യുഗത്തിൽ ജീവിക്കട്ടെ. ഒരുവിധക്കാർ ജീവിക്കുന്നുണ്ട്. അവിടുന്ന് ന്യായപ്രമാണം, ഇത് ന്യായപ്രമാണം എന്ന് കണ്ട് തിരിച്ചു വരിക, ഓരോരുത്തരായി തിരിച്ചു വരിക.
നോവയുടെ കാര്യം പറയുന്നു. ഹല്ലേലൂയ. യേശു 12 പേരെ ശിഷ്യന്മാരെ കൊണ്ട് പറയുന്നു. അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യത്തിലേക്ക് സാത്താൻ വരുന്നത്. യോഹന്നാൻ 10:10 ഹല്ലേലൂയ അങ്ങനെ എഴുതിയിരിക്കുന്നു. അറക്കാനും കുടിക്കാനും മോഷ്ടിപ്പാനും എന്തുമാത്രം സ്വതന്ത്രേലിയ നമ്മൾ എന്തുമാത്രമാണ് സ്വതന്ത്രേലിയ മോഷ്ടിച്ച് അറുത്ത് മുടിച്ച് മോഷ്ടിച്ച് കൊണ്ടുപോയി ഹല്ലേലൂയ ഓരോന്നാക്കി തീർത്തത്. ഹല്ലേലൂയ. അത് നമ്മൾ തന്നെയല്ലേ അതിന് വഴിയൊരുക്കുന്നത്. നമ്മൾ തന്നെയല്ലേ വഴിയൊരുക്കുന്നത്. വായ് കൊണ്ട് പറഞ്ഞ് അവനെ സഹായിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായി ജീവനുണ്ടാകുവാൻ അത് നമ്മൾ ആദ്യം ഇനി മേടിച്ചെടുത്തു. അല്ലേ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഇങ്ങോട്ട് മേടിച്ചെടുത്തോ. അല്ലെങ്കിൽ സിയോപുത്രിയാണെങ്കിൽ അത് കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരെന്തുമാത്രം പഠിച്ചു, അതെന്തുമാത്രം പഠിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടല്ല, അതിനു മുമ്പ് തന്നെ അത് കൊടുക്കുന്നു. സ്വതന്ത്രേലിയ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അതിന്റെ വില അറിയുന്നില്ല. ഇപ്പൊ ചോദിക്കണപ്പോ തിരിഞ്ഞെന്ന് ചോദിക്കുന്നേ ഞങ്ങൾക്ക് എന്ത് കിട്ടിയിട്ട് ഞങ്ങൾ സാക്ഷ്യം പറയണം. ഞങ്ങൾ എന്ത് അനുഭവിച്ചിട്ട് സാക്ഷ്യം പറയണം. അതേ സമയത്ത് അവിടെ പോയി കാലുവേദന മാറിയതും ഇവിടെ പോയി തലവേദന മാറിയതും ഹല്ലേലൂയ അതൊക്കെ പറയുവാനുണ്ട്. ഇവിടെ വലുതായി പോയോ തന്നത് അനുഭവിച്ചത് വലിയ കാര്യങ്ങളായി പോയോ. 4ാം സ്റ്റേജിലെ ക്യാൻസർ മാറി എന്ന് പറയുന്നു. അതാണോ സ്തോത്രലേലിയ കുറവായി പോയത്? 1ാം സ്റ്റേജിലെ സ്തോത്രലേലിയ സ്റ്റേജിലെ ക്യാൻസറാ മാറിയത്. പക്ഷേ അത് സ്വന്തം ഓടി നടക്കുന്നതായിരുന്നു. അത് 4ാം സ്റ്റേജിനേക്കാളും ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഹല്ലേലൂയ. അത് കർത്താവ് സ്വതന്ത്രേലിയ സാക്ഷി സ്വതന്ത്രേലിയ തന്നു. അത് സൗഖ്യം തന്നു, സന്തോഷം തന്നു. ഹല്ലേലൂയ. ഓരോരുത്തർക്കും വേണമെന്നായി പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ തലമുറയും ന്യായപ്രമാണയുഗത്തിലെ തലമുറയും ഹല്ലേലൂയ കൃപായുഗത്തിലെ തലമുറയും ഹല്ലേലൂയ ഒന്നാക്കി തീർക്കണം. ഒന്നാക്കി തീർത്തില്ലെങ്കിൽ ഞാൻ ഭൂമിയെ ശപിക്കും. ഭൂമിയെ ശപിക്കുമെന്നാണ് ദൈവം പറയുന്നത്. അതിനാണല്ലോ ഞാനും നോക്കുന്നത്. അതാ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ. ഞങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയ അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി, എന്ത് കിട്ടിയിട്ട് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ ശപിക്കാൻ വേറെ വല്ലതും വേണോ? ഹല്ലേലൂയ. അതുകൊണ്ട് സ്വതന്ത്രേലിയ കർത്താവ് സ്വതന്ത്രേലിയ ഓരോരുത്തരുടെ മേലിൽ ശാപം വീഴാതെ അനുഗ്രഹം വരുവാൻ ആരെന്ത് ചോദിച്ചാലും അതെന്താ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നവരോട് തള്ളി മുന്നോട്ട് കയറുകയും ഹല്ലേലൂയ ഇത് പഴയത് ഇത് പഴയത് എന്ന് പറയുകയും നമ്മുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ആ അനുഗ്രഹത്തിന് ഫലം ഉണ്ടാവണം. ഹല്ലേലൂയ. അതാണ് അതിന്റെ കാര്യം. കർത്താവിന് നീ ഇന്ന് ഹല്ലേലൂയ വളരെ ശ്രദ്ധിച്ച് വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയാൽ മതി. ഇത് കൈ പിടിക്കുന്ന സാധനം ചെറുതല്ല. ഇത് ബോംബ, ആറ്റം ബോംബ കയ്യിലിരിക്കുന്നത്. അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അതിൽ നിന്നൊരു ശാപം വന്നാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? അതിൽ നിന്ന് ശാപം വരിക തന്നെ ചെയ്യും. ഇത് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും വേഗം ആ ശാപമൊക്കെ നീക്കാനായിട്ടുള്ള ബന്ധപ്പാടിലായിരിക്കണം. ഞാൻ ഇന്നും ബന്ധപ്പെടുക ശാപം നീക്കാൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കൂടാതെ ഒന്നും നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കയില്ല. പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെ സ്വതന്ത്രേലിയ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ മറുരൂപ മലയിലേക്ക് യേശു കടന്നുപോയി. അവിടെ ഏരിയ ഉണ്ട്.
ഏലിയാവും മോശയും ഉണ്ടായിരുന്നു എന്നുള്ള ഹല്ലേലൂയ കാര്യം നിങ്ങൾ മറക്കരുത്. അത് കൃപായുഗമാണ്. കൃപായുഗത്തിലെ ഹല്ലേലൂയ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് അവിടെ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് ഹല്ലേലൂയ മറുരൂപമലയെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തെ പ്രത്യക്ഷപ്പെടുന്നു. ഹല്ലേലൂയ. ഒരു സഭ ഹല്ലേലൂയ സ്വതന്ത്രം ഉത്ഭവിച്ച് ഉണ്ടാകുന്നതിന് മുമ്പ് പ്രത്യക്ഷപ്പെടുന്നു. വെളിപ്പാട് 11:3-6 വരെ വെളിപ്പാട് 11-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുകളും ആകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചുകൊള്ളുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല വാദം കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അവരുടെ അധികാരത്തെ കുറിച്ചാണ് സംസാരിക്കുക ചെയ്യുന്നത്. 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു അവരെന്ന് പറയുന്നു. അതുകൊണ്ട് എന്തെല്ലാം അതിന്റെ അടയാളങ്ങൾ തരുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നു ഇത് മോശയും ഏലിയാവുമാണ്, മറ്റാരുമല്ല എന്നുള്ളത്. അങ്ങനെ അത് വെളിപ്പാട് പുസ്തകത്തില് അവര് പ്രത്യക്ഷപ്പെട്ട് കാണുന്നു. പിന്നെ അപ്പോൾ അവിടെ ഏലിയാവ് മറുരൂപ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഹല്ലേലൂയ, ഏലിയാവ് പ്രത്യക്ഷപ്പെടും എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇന്ന് വരെയും ഏലിയാവ് പ്രത്യക്ഷപ്പെട്ട് അന്ത്യകാലത്തിന് മുമ്പ് ഏലിയാവ് പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ മറുരൂപ മലയില് 17-ാം അധ്യായത്തിൽ വായിച്ചേ. 17-ന്റെ മത്തായി 17-ന്റെ മത്തായി 17-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവിടെ യേശുവിനെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള സംസാരമുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത്, താഴ്വരയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ശിഷ്യന്മാരും യേശുവുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ അവിടെ ഏലിയാവ് എന്നേ വന്നു പോയി, നിങ്ങൾ അവനോട് തോന്നിയതൊക്കെ ചെയ്തു. അവിടെ ആ ഏലിയാവ് എനിക്ക് വഴിയൊരുക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴത്തെ അവിടെ പുനർജന്മത്തെ കുറിച്ച് എല്ലാം ആ അഭിഷേകത്തിന്റെ ശക്തിയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഏലിയാവ് എന്നേ വന്നുപോയി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെ? ലൂക്കോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ടു ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം.
നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജന്മത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവൻ ആകും. വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഇതാരാ ചെയ്യേണ്ടത്? ഇത് ഏലിയാവ് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. പക്ഷെ ഇങ്ങോട്ട് കടന്നു തലമുറകൾ കടന്ന് അന്നത്തെ ഏലിയാവ് ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചു വളരാൻ തുടങ്ങി. ഇപ്പോഴും യോഹന്നാനൊരു ജീവിതം കിട്ടിയോ? ഇപ്പോഴും സ്വന്തം മരിച്ചപ്പോഴ് ഹല്ലേലൂയ കണ്ടത് അവനെ തല വെട്ടി കൊണ്ടുവരുന്നത്. ഹെരോദാവ് കണ്ടതാ ആ പ്ലേറ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ അതൊന്നും സ്വന്തം ഇപ്പോഴും ഇനിയും അവന് ഈ ഭൂമിയിൽ തന്നെ സപ്ലിയുണ്ട്. ഈ ഭൂമിയിൽ സപ്ലി എഴുതാനുണ്ട്. ഇങ്ങനെ ഈ വലിയവനായ ഈ യോഹന്നാന്റെ കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ഇടയായല്ലോ. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അനേകര് അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരിലേക്കും തിരിക്കും. സ്വന്തം അത് ഏലിയാവ് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. പക്ഷെ അവിടെ യോഹന്നാന്റെ ഹല്ലേലൂയ സ്വന്തം അവിടെ സ്വന്തം ആ ജീവിതം വന്നപ്പോഴാണ് അതങ്ങനെ ചെയ്യുവാൻ. അതുകൊണ്ടാണ് സർപ്പസന്തതികളെ വിളിച്ചിട്ട് ഹല്ലേലൂയ ചില കാര്യങ്ങൾ മാനസാന്തരപ്പെടണമെന്നും ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തില് പല കാര്യങ്ങളും ക്രമീകരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പവർ, ആ സ്വന്തം അഭിഷേകത്തിന്റെ പവറാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് നിന്നത്. ഹല്ലേലൂയ 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവിന്റെ ശബ്ദത്തോടെ അതാരാ സ്വന്തം ഏലിയ അവ വഴിയൊരുക്കുവാൻ വരുന്നത്? ഹല്ലേലൂയ എലിയാവോ വരേണ്ടത്? പക്ഷെ അവിടെ സ്വന്തം യോഹന്നാനാണ് യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ വന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഓരോരുത്തരെയും അതിലേക്ക് തിരിക്കുവാനൊക്കെ ഇടിയായിരുന്നു. സർപ്പസന്തതികളെ നാം വിളിച്ചതെങ്കില് ആ പവർ, ആ ശബ്ദത്തിന്റെ പവർ കൊണ്ട് തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അവരെ സ്തോത്രം അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായിരുന്ന ഒരുത്തനെ നടത്തുവാൻ സാധിച്ചു. അനേകർക്ക് ഹല്ലേലൂയ ആ സൗഖ്യം കൊടുക്കുവാൻ പത്രോസും യോഹന്നാനുമാണ് അവിടെ കൊടുത്തത്. പക്ഷെ ഈ ശബ്ദത്തിന്റെ പവറാണ് അവിടെ കാണുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. മഞ്ഞും മഴയും ഞാൻ രാജാവേ ഒരു ദിവസം ഓടിച്ചെന്നു. ഞാൻ അങ്ങോട്ട് ഏലിയാവ് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, രാജാവേ നീ ഇവിടുത്തെ രാജാവൊക്കെ ആയിരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഇവിടെ പെയ്യുകയില്ല എന്ന് പറഞ്ഞു. സ്വതന്ത്രല്യ ഹല്ലേലൂയ. അത് പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയതാ. അത് കഴിഞ്ഞ് പല പ്രാവശ്യവും അവനെ സ്വതന്ത്രല്യ ഭൂമിയിലേക്ക് സ്വതന്ത്രല്യ കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ അവന് കിട്ടിയതായി സ്വതന്ത്രല്യ കർത്താവ് കൊടുത്ത പവറാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും ഇന്ന് ശാപോട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ലേ? ഹല്ലേലൂയ. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട്? സ്വതന്ത്രല്യ ദൈവിക സാന്നിധ്യമില്ല. അപ്പന്മാരുടെ ഹൃദയം ദൈവത്തിലേക്ക് സ്വന്തം മക്കളിലേക്ക് കടന്നു വരണം. മക്കളിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ അപ്പന്മാരിലേക്ക് ചെല്ലണം. അങ്ങനെ രണ്ട് അവസ്ഥയും അക്രമയുഗവും ന്യായപ്രമാണ യുഗവും തമ്മില് അങ്ങനെ യോജിച്ചുകൊണ്ട് കുറേശ്ശെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ രണ്ടുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ കണക്ഷൻ കൊടുക്കുക. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് കൊണ്ടുവരുവാൻ
കണക്ഷൻ കൊടുക്കുക. ഹല്ലേലൂയ. മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരുടെ ഹൃദയത്തോട് ചേർക്കുവാൻ കണക്ഷൻ കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ രണ്ടും കൂടി ഒന്നായി തീർന്ന് അനുഗ്രഹമാരി ഭൂമിയില് ഉണ്ടാകുവാൻ കൃപായുഗത്തിന്റെ അവസാനമാണെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ഇപ്പോൾ അവസാനത്തിൽ നിന്നുകൊണ്ട് മക്കളോട് പറയാണ്, ഇപ്പൊ കിട്ടിയതായ ഈ തലമുറയിൽ കിട്ടിയതായ അനുഗ്രഹങ്ങൾ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്നേ? ഇതിൽ നിന്നും വേറിട്ട്, അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് വേറിട്ട് ഒരു ഒരു സത്യം, ആ സത്യം അറിഞ്ഞപ്പോഴാണ് ഇവിടെ ഓരോരുത്തർക്ക് അനുഗ്രഹം കിട്ടിയത്. സത്യം അറിഞ്ഞ ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തി അതിൽ സത്യം അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ നേരിട്ട് അനുഗ്രഹം കിട്ടിയവര് നേരിട്ട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്താ അനുഗ്രഹം കിട്ടിയിട്ടാ ഞങ്ങൾ പറയേണ്ടത്? ഇതെന്ത് സത്യമായത്? ലോകത്ത് നടക്കാത്ത സത്യമാണോ സത്യം? ലോകത്ത് നടക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലോകമല്ല ഇത്. ഇത് ലോകമല്ല. അങ്ങനെയാണെങ്കിൽ ആ പഴയ ന്യായപ്രമാണ യുഗത്തിലെ തലമുറയിലെ ലോകമായനെ അവനും ആ വെള്ളത്തിന്റെ അടിയിൽ പോയി കിടന്നേനെ. അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവന് കഴിയില്ലായിരുന്നു. പക്ഷേ തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ വേണ്ടി വളരെ പാടുപെട്ടു എന്നുള്ള. ഇത് ലോകമല്ല. എന്റെ കണ്ണിൽ ഇത് ലോകമല്ല. എല്ലാവരും കാണിക്കും പോലെ കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹത്തിന് ഫലം ഉണ്ടാവില്ല. അത് ലോകപ്രകാരം പോകുന്നു. പക്ഷെ ബൈബിൾ ഒന്നേ ഉള്ളൂ. ബൈബിളിൽ 66 പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോ സ്വത്രം ആ പാട്ടുപാടി അങ്ങോട്ട് കേറിപ്പോയ സ്വത്രം സക്കറിയാവിന്റെ ശബ്ദം കളയേണ്ടി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ. എന്തിനാ? ന്യായപ്രമാണ യുഗത്തെയും കൃപായുഗത്തെയും ഒന്നാക്കി തീർക്കേണ്ടതിന്. അതേ സമയത്ത് യോഹന്നാന്റെ ശബ്ദം മാറ്റേണ്ടി വന്നു. അവന്റെ ഡ്രസ് മാറ്റേണ്ടി വന്നു. കണ്ടതാ താനാ ഓർഡർ ഇട്ടത്. യോഹന്നാന്റെ തല വെട്ടിക്കൊണ്ട് വരുവാൻ താനാ ഓർഡർ ഇട്ട. ഇനി ഇവനെങ്ങാനും എഴുന്നേറ്റ് വന്നോ? ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചിലപ്പോൾ യേശുവിന്റെ പ്രവൃത്തികൾ കണ്ടവന് തോന്നിയിട്ടുണ്ട്. ആ യോഹന്നാൻ എഴുന്നേറ്റ് വന്നോ എന്നൊരു തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ? അവനിൽ കൂടിയും ഹെരോദാവിൽ കൂടിയും കർത്താവ് ഒരു പ്രവൃത്തി അവിടെ ചെയ്യിച്ചു. നമ്മൾ ഓരോന്നിന്റെയും ഒരു ചെറിയ കാര്യമായാലും കാണുമ്പോൾ ഉടനെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യണം. സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യണം. ഇത് ന്യായപ്രമാണ യുഗത്തിന്റെ ഏത് ഭാഗം മാറ്റാനാ? കർത്താവേ, ഇത് കൃപായുഗത്തിൽ എന്ത് അഡീഷൻ ചെയ്യാനാ എന്ന് നമ്മൾ ചോദിക്കണം. ഓരോ കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഏലിയാവിനെയും ഏലിയാവും എലീശയും യേശുവും ഒരു സ്ഥലത്ത് എന്ന അവിടെ ഉയർപ്പല്ലാതെ ഒരിക്കലും ശവസംസ്കാരത്തിന് പോയിട്ടില്ല. അവര് പോകുന്നിടത്തൊക്കെ ഉയർപ്പ് നടന്നിട്ടുണ്ട്. 1 രാജാക്കന്മാർ 17:22 തൊട്ട്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ. 1 രാജാക്കന്മാർ 17-ന്റെ-22-ാമത്തെ വാക്യം മുതൽ. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു.
കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. പുതിയ തലമുറയെ അവൻ കൊന്നതിനെ ദുഷ്ടൻ കൊന്നതിനെ ഇന്ന് പേപ്പറിൽ വായിക്കുന്നില്ലേ? ഏക മകളായിരുന്നു, ഏക മകനായിരുന്നു അല്ലേ? പേപ്പറിൽ വായിക്കുന്നില്ലേ? ശാപം കിട്ടിയ കുടുംബങ്ങളാ, ശാപം കിട്ടിയത് അസ്വത്രല്ലേലിയ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അതൊക്കെ എടുത്ത് പഠിക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ടൈം കിട്ടുന്നില്ല, സമയമില്ല. എന്നാലും അല്ലല്ലേ ചില കാര്യങ്ങളൊക്കെ കർത്താവ് കൊണ്ടുവന്ന് തരും, കയ്യിലേക്ക് കൊണ്ടുവന്ന് തരുവാണ്. സ്വതല്ലിയ അല്ലല്ലേ സ്വത പുതിയ തലമുറയെ പഴയ തലമുറയിലെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്താ? കർത്താവ് മരിച്ചു ഇല്ലേ? ഏലിയാവിന്റെ സ്വതല്ലിയ ആ വിധവയുടെ ഭർത്താവ് മരിച്ചു. ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, ആകെപ്പാടെ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, അതും മരിച്ചു. പക്ഷേ ഏലിയാവ് ആ വീട്ടിലേക്ക് ദൈവം അയച്ചു. അങ്ങനെ ഒരു പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ സ്വതല്ലിയ പുതിയ തലമുറയെ കൃപായുഗത്തെ ഉയർപ്പിച്ച് പഴയ തലമുറയുടെ കയ്യിലേക്ക് അമ്മയെ വിളിക്ക്. അവിടെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു, അവിടെ കൊടുത്തു. എലീശ അവിടെ ഉയർപ്പ് നടത്തി. ആ 4:36 അങ്ങനെ പറയുന്നു, അവന്റെ അമ്മയെ വിളിക്ക്. അവന്റെ അമ്മയെ വിളിച്ചു. കുഞ്ഞിനൊക്കെ പുതിയ തലമുറയെ പഴയ തലമുറയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്താ? ദുഷ്ടൻ അവിടെ സന്തോഷത്തോടെ ആ പുറകെ നടക്കുമായിരുന്നു അവനെ കൊല്ലാൻ, അവനെ കൊല്ലുവാൻ. അവർക്ക് മക്കളുമില്ലായിരുന്നു, മക്കളുണ്ടായി. പിന്നെ അവള് ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞപ്പോ മക്കളെ കൊടുത്തു. പക്ഷേ അഹങ്കരിച്ചു, നിഗളിച്ചു, അഹങ്കരിച്ചു. എനിക്ക് എന്ത് സാക്ഷ്യം പറയാനുണ്ടെന്ന് അവള് ചോദിച്ചു വല്ലോളൂ. എനിക്ക് എന്ത് സാക്ഷ്യം? ആദ്യം നീ മക്കളുണ്ടായ സാക്ഷ്യം പറ, അത് കഴിഞ്ഞിട്ട് അടുത്ത സാക്ഷ്യം പറ. പക്ഷെ എനിക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു. ആ പുതിയ തലമുറയെ പഴയ തലമുറയുടെ കയ്യിലേൽപ്പിച്ചു. അവിടെ 12 വയസ്സായ ഏക മകളാ. ഇതൊക്കെ ഏക മക്കളാന്ന് ഓർക്കണം, ഏക മകളാണ്. 10 ഉണ്ടെങ്കിലും ഇനി 10 ഉണ്ട്, 7 ഏകയല്ല, 10 ഉണ്ട്. 10 ഉണ്ടെങ്കിൽ എന്നാ പ്രയോജനം? 10 ഉണ്ടായിരുന്നു യോബിന്. 10 മക്കളുണ്ടായിരുന്നു, 10 മണ്ണിന്റെ അടിയിലായി പോയി. ഇത് രണ്ടും തുല്യമാ ദൈവത്തിന്റെ മുമ്പില്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇത് പരിശുദ്ധാത്മാവിനാണ്, ഇത് പരിശുദ്ധാത്മാവിനാണ്. ഇങ്ങോട്ട് വന്ന് ജായിറോസിന്റെ വീട്ടിലേക്ക് വന്ന് സൗഖ്യം കൊടുക്കണം, കുഞ്ഞിന് വന്ന് സൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അവൻ വരികയായിരുന്നു. വരികയെന്ന് വഴിക്കിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഒരു സ്തോത്രം ഹല്ലേലൂയ. രക്തസ്രാവമുള്ള സ്ത്രീ 12 വർഷമായത് തന്നെ പിടിച്ച് ഹല്ലേലൂയ സ്തോത്രം നിർത്തി. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. ആ വസ്ത്രത്തിന്റെ വിളിപ്പിലൊന്ന് തൊട്ടു, വിളിപ്പിലൊന്ന് തൊട്ടു. അപ്പോൾ തന്നെ സൗഖ്യമായി. പക്ഷേ അവൾക്ക് മനസ്സിലായിരുന്നു അങ്ങനെ പോകുവാനായിട്ട്. യേശു തിരഞ്ഞു കണ്ടുപിടിക്കാതെന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലുള്ള ആഗ്രഹം, ദൈവം എന്നോട് സംസാരിക്കണമെന്ന ആഗ്രഹം വന്നു. സ്വതല്ലേലിയ അവൾ യേശു സംസാരിച്ചു, അവൾക്ക് സൗഖ്യം കിട്ടി, ബാധ മാറി സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ആ 12 വർഷമായ ആ കുട്ടിയെ തന്നെ ഇവിടെ എത്ര ആഴ്ച ഈ 12 വയസ്സായ കൊച്ചിനെ വെച്ചോണ്ട് ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. എത്ര ദിവസം, എത്ര ആഴ്ച? 12 വയസ്സായ കുഞ്ഞിനെ വെച്ച് യായിറൂസിന്റെ ഏക മകള് സ്വതല്ലേലിയ എന്ന് പറഞ്ഞ് തന്നെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. 12 വയസ്സായ ആ സ്വതല്ലേലിയ മകളെ ഉയർപ്പിക്കാൻ ഇതുകൂടി ആവശ്യമായിരുന്നു.
ഈ സ്ത്രീയുടെ സമർപ്പണം കൂടി ആവശ്യമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നു, അത് സൗഖ്യം കൊടുത്തു. സ്വത്രം. അതിൽ ഏകമകനുള്ള സ്വത്രം വിധവയുടെ മകനെ അവിടെ ഉയർപ്പിച്ചു. ഏകമകനായ ഒരുത്തൻ പറയുന്നു, അപ്പൻ പറയുന്നു, എനിക്ക് ഏകമകനേ ഉള്ളൂ. അവനെ ചെറുപ്പം മുതൽ വെള്ളത്തിലും കരയിലും തീയിലും തള്ളിയിടുന്നു. ഹല്ലേലൂയ. മരിച്ചില്ലെന്ന് മാത്രം, മരിച്ചില്ലെന്ന് മാത്രം. ഹല്ലേലൂയ. കർത്താവ് സ്വതന്ത്രില്ല. ഓരോ മക്കളെയും ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രില്ല. ഹല്ലേലൂയ. സ്വതന്ത്രം. ഓരോ ഉയർപ്പ് നടത്തി ഓരോ മക്കളുടെയും ഉയർപ്പ് നടത്തി എല്ലാം ഇവിടെ ഈ JCFTയിലെ മക്കൾക്ക് ഉയർപ്പ് നടത്തിയതല്ലാതെ വേറെ സാക്ഷ്യങ്ങളൊന്നും പറയുവാനില്ല. അവരെ പഠിപ്പിക്കണമല്ലോ. ഞാൻ എനിക്ക് എന്ത് കിട്ടിയിട്ടാ ഞാൻ സാക്ഷ്യം പറയേണ്ടതെന്ന് ചോദിച്ചവരെ ഒന്നും പഠിപ്പിക്കാതെ പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞു. അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ ശാപമായിരിക്കും. ഇത്രയും മുഖത്ത് നോക്കി ഹല്ലേലൂയ എനിക്ക് എന്ത് കിട്ടിയിട്ടാ ഞാൻ സാക്ഷ്യം പറയണ്ടേ എന്ന് പറഞ്ഞെങ്കില് ഹല്ലേലൂയ ആ സ്തോത്രഹല്ലേലൂയ അനുഗ്രഹം മുഴുവൻ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചു പിടിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു പുരോഹിതൻ എന്നുള്ള ലെവലില് ലോകത്തുള്ള പുരോഹിതന്മാർക്ക് അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അതിങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ. കർത്താവ് എല്ലാ മക്കളെയും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ് ഹല്ലേലൂയ യേശുവേ എന്ന് വിളിക്കുക, യേശുവേ